വർഷം ഞാൻ ഒരു BMW സ്വന്തമായിട്ട് മേടിച്ച വർഷമാണ്. അതേ വർഷം തന്നെയാണ് എന്റെ റിലേഷൻഷിപ്പ് പൊട്ടിപ്പാളീസായി നഷ്ടപ്പെട്ട് ബാക്ക് ടു സീറോ ആയ വർഷം. രാത്രി ആവാൻ വേണ്ടി ഞാൻ കാത്തിരിക്കും, കാരണം എനിക്ക് പെട്ടെന്ന് ഉറങ്ങണം. രാവിലെ ആവണം എനിക്ക് ഇഷ്ടമല്ല, കാരണം എണീറ്റ് കഴിഞ്ഞാൽ അപ്പൊ തുടങ്ങും എനിക്ക് നെഗറ്റീവ് തോട്ട്സ്, എനിക്ക് അപ്പൊ തുടങ്ങും വിഷമങ്ങളും, അപ്പൊ തുടങ്ങും എനിക്ക് പ്രശ്നങ്ങളും. ഞാൻ സംസാരിച്ചു വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഭയങ്കര രസമാണ്, എന്താ പറയുക, സംസാരിക്കാൻ ഭയങ്കര കാര്യമായിരുന്നു. അങ്ങനെ ഞങ്ങള് എല്ലാവർക്കും നമസ്കാരം. വർഷ, വെറും വർഷ എന്ന് പറഞ്ഞാലേ ആൾക്കാർക്ക് അറിയാൻ സാധിക്കത്തുള്ളൂ. സ്റ്റാസിങ്ങളിലും അതുപോലെ ഇൻസ്റ്റാഗ്രാമിലൂടെയും റീൽസിലൂടെയും ജനഹൃദയങ്ങളിൽ ഇടം നേടി ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും രസിപ്പിച്ചും ഒക്കെ ഒരുപാട് വീഡിയോസ് ചെയ്യുന്ന ഒരു കോണ്ടന്റ് ക്രിയേറ്റർ. തൻ്റെ ലൈഫ് എടുത്ത് നോക്കുന്ന സമയത്ത് BMW, പണം, അതുപോലെ ഒരുപാട് അച്ചീവ്മെന്റ്, അതെല്ലാം കഷ്ടപ്പെട്ടുണ്ടാക്കിയത് തന്നെയാണ്. അപ്പൊ ഇങ്ങനത്തെ ഓരോ അവരുടെ ലൈഫ് സ്റ്റൈൽ കാണുന്ന സമയത്ത് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ, നമ്മളെപ്പോലുള്ളവർക്ക് തോന്നും, എന്നാ വാഴ്ക്കടാ, അവരൊക്കെ വാഴുന്ന വാഴ്ക്കയാണ് വാഴ്ക്കൈ, അന്തമാതിരി വാഴ്ക്കൈ നമുക്ക് കിടക്കുമോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. അത്രയ്ക്ക് അടിപൊളി ലൈഫ് സ്റ്റൈലൊക്കെയാണ് ഇവരൊക്കെ ഓരോ ദിവസവും കൊണ്ടുപോകുന്ന. പണം, ട്രാവല്, ഫുഡ്, ലക്ഷറി ലൈഫ്. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ നമ്മളെ പോലെയുള്ളവർ എന്ത് വിചാരിക്കും, ഇതൊക്കെയാണ് വാഴ്ക്കൈ, സങ്കടമില്ല, ദുഃഖമില്ല, ജീവിക്കുന്നെങ്കിൽ ഇതുപോലെയൊക്കെ ജീവിക്കണം എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. ഇല്ല, നമ്മൾ ആ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, നമ്മൾ ചിന്തിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, അവരിടുന്ന ആ ഒരു വീഡിയോ അല്ലെങ്കിൽ റീലാവട്ടെ അല്ലാത്തൊരു വീഡിയോ ആവട്ടെ, ആ ഒരു ഒറ്റ സമയം മാത്രമാണ് നമ്മൾ അവരെ കാണുന്നത്. അതിന്റെ ബിഹൈൻഡ് ദ സീൻ എന്ന് പറയുമ്പോൾ അവരുടെ ലൈഫിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് നമുക്കറിയത്തില്ല, അവരെന്തൊക്കെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ അറിയത്തില്ല. അങ്ങനത്തെ കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ അവരും ഫേസ് ചെയ്യുന്നുണ്ട്. പല രീതിയിൽ അവരുടേതായ പ്രശ്നങ്ങൾ അവർ ഫേസ് ചെയ്യുന്നുണ്ട്. നമ്മൾ പുറമേ നോക്കുന്ന സമയത്ത് വാട്ട് എ ലൈഫ് ഇടാ, വണ്ടർഫുൾ വാഴ്ക്കിട. പക്ഷെ അതല്ല, എല്ലാവരുടെ ലൈഫിലും അവരുടേതായ പ്രശ്നങ്ങൾ അവർ കടന്നു പോകുന്നുണ്ട്, ഫേസ് ചെയ്യുന്നുണ്ട്. ഇവിടെ വെറും വർഷ എന്ന് പറയുന്ന ഈ പെൺകുട്ടി തന്റെ ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇന്ന് ഈ നിലയിൽ എത്തിയതെങ്കിലും തന്റെ ഈ 2025 എന്ന് പറയുന്ന വർഷത്തിൽ താൻ ഒരുപാട് നഷ്ടങ്ങൾക്ക് വിധേയപ്പെട്ടിട്ടുണ്ട്. താൻ പണപരമായിട്ട് ഒരുപാട് സമ്പാദിച്ചെങ്കിലും ഒരുപാട് നഷ്ടപ്പെട്ടു. തൻ്റെ ജീവന് തുല്യം സ്നേഹിച്ച് തൻ്റെ പാർട്ട്ണർ നഷ്ടപ്പെടുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ വേർപിരിയുന്നു. അങ്ങനെ പല ഇൻസിഡന്റും തൻ്റെ ലൈഫിൽ കടന്നു പോയിട്ടുണ്ടായിരുന്നു ഈ 2025. അതിനെപ്പറ്റി പറഞ്ഞുകൊണ്ട് 2026 എത്തിയ വർഷ ഒരു ന്യൂ ഇയർ പ്രമാണിച്ചിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഒറ്റ പോയിന്റിൽ, ഒറ്റ സ്ട്രെച്ചിൽ പറഞ്ഞു തീർക്കുന്നുണ്ട്. എന്നാൽ നമ്മളെ പോലെയുള്ളവർ ചിന്തിക്കും, അവരുടെയൊക്കെ ലൈഫ് സൂപ്പറല്ലേ, ചെറിയ പ്രശ്നങ്ങളാവും. ഒരിക്കലുമല്ല, അവരും ഫേസ് ചെയ്യുന്നുണ്ട്. സെലിബ്രിറ്റി ആയതുകൊണ്ടും ആക്ടർമാരായതുകൊണ്ടും ആക്ട്രസ്മാരായതുകൊണ്ടും അവരുടെ ഒന്നും ജീവിതത്തിൽ പ്രശ്നമില്ല എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ നമ്മളാണ് വിഡ്ഢികൾ. അവരും അവരുടേതായ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. ഇവിടെ വെറും വർഷ ലാസ്റ്റ് ആ 2025 തീർന്ന സമയത്ത് എങ്ങാണ്ട് ഇട്ടിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്, ഞാനൊന്ന് കൊടുക്കാം. എനിക്ക് ഉറപ്പാണ് ബാക്കിയുള്ള ആൾക്കാരുടെ വിഷൻ ബോർഡിന്റെയും മേശന്റെ ടീന്ന് മുന്തിരിങ്ങ കഴിക്കുന്നതിന്റെയും മാനിഫെസ്റ്റേഷന്റെയും എഫർമേഷൻസിന്റെയും 2025 നേട്ടങ്ങളുടെ ഫോട്ടോസിന്റെയും മറ്റേ റീൽസിന്റെയും ഒക്കെ ഓരോരോ സാധനങ്ങൾ കണ്ട് ഇങ്ങനെ ഇരിക്കും നിങ്ങൾ. എന്നാ പിന്നെ നമുക്ക് ഒരു റിയാലിറ്റി ചെക്ക് നടത്തിയാലോ? 2025 ഒരു വേറെ തന്നെ ഒരു വർഷമായിരുന്നു കേട്ടോ. ഈ വർഷം ഞാൻ ഒരു BMW സ്വന്തമായിട്ട് മേടിച്ച വർഷമാണ്. അതേ വർഷം തന്നെയാണ് എന്റെ റിലേഷൻഷിപ്പ് പൊട്ടിപ്പാളീസായി നഷ്ടപ്പെട്ട് ബാക്ക് ടു സീറോ ആയ വർഷം. മലയാളത്തിൽ തന്നെ ഏറ്റവും ടോപ്പ് ടെലിവിഷൻ ഷോയില് വീണ്ടും ആങ്കർ ആയിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വർഷമാണത്. ഈ വർഷം തന്നെയാണ് എന്റെ ലൈഫിൽ ആദ്യത്തെ ആൻസൈറ്റിക്കും പാൽപിറ്റേഷനും പാനിക് അറ്റാക്കിനുള്ള മറ്റു പല മാനസിക അസുഖങ്ങൾക്കുള്ള മരുന്നുകൾ ലിറ്ററലി ഞാൻ കഴിച്ചു തുടങ്ങിയ വർഷം ഈ വർഷം തന്നെ. ഞാൻ അത്യാവശ്യം നന്നായിട്ട് ഏൺ ചെയ്തൊരു വർഷമായിരുന്നത്. പക്ഷെ ഈ വർഷം തന്നെയാണ് എന്റേതല്ലാത്ത കാരണത്താല്, എന്റെ തെറ്റുകൊണ്ടല്ലാണ്ട് എന്റെ കയ്യിൽ ഇഷ്ടം പോലെ പൈസ നഷ്ടപ്പെട്ട് എന്താ പറയുക, ലിറ്ററലി ചതിക്കപ്പെട്ടൊരു വർഷം. ഞാൻ പൊതുവെ അങ്ങനെ ആരുമായിട്ട് അധികം കമ്പയർ ചെയ്യാത്ത ഒരാളാണ്. പക്ഷെ ഈ വർഷമാണ് ഞാൻ എന്നെ മറ്റു പലരുമായിട്ട് കമ്പയർ ചെയ്ത് പണ്ടാറടങ്ങി എനിക്ക് ആഗ്രഹമുള്ള എല്ലാ സാധനങ്ങളും മേടിച്ചൊരു വർഷമാണിത്. ഞാനൊരു 4-5 കൺട്രി ട്രാവൽ ചെയ്തിട്ടുള്ള ഒരു വർഷമായിരുന്നു. പക്ഷെ ഇതൊക്കെ മേടിച്ചിട്ട് ഇത്രയും സ്ഥലത്തൊക്കെ പോയിട്ടും തിരിച്ച് ഞാൻ വന്നപ്പം എന്റെ വീട്ടിൽ ആരുണ്ടായിരുന്നില്ല. ഒറ്റയ്ക്കായ ഒരു വർഷമായിരുന്നു. എന്താന്ന് വെച്ചാല് ഇത്രയ്ക്ക് ഒറ്റയ്ക്കാവാനും ഇത്രയ്ക്ക് ഇൻഡിപെൻഡന്റ് ആവാനും ഇത്രയ്ക്ക് സ്ട്രോങ് ആവാനും ഒന്നും സത്യം പറഞ്ഞാൽ എനിക്ക് ആഗ്രഹമില്ല. പക്ഷെ ഞാനിതൊക്കെ ആയി. രാത്രി ആവാൻ വേണ്ടി ഞാൻ കാത്തിരിക്കും, കാരണം എനിക്ക് പെട്ടെന്ന് ഉറങ്ങണം. രാവിലെ ആവണം എനിക്ക് ഇഷ്ടമല്ല, കാരണം എണീറ്റ് കഴിഞ്ഞാൽ അപ്പൊ തുടങ്ങും എനിക്ക് നെഗറ്റീവ് തോട്ട്സ്, എനിക്ക് അപ്പൊ തുടങ്ങും വിഷമങ്ങളും, അപ്പൊ തുടങ്ങും എനിക്ക് പ്രശ്നങ്ങളും, മെന്റലി ഭയങ്കര സ്ട്രെസ് ആവും. അപ്പൊ എനിക്ക് ഉറങ്ങാൻ വേണ്ടി ഞാൻ കൊതിച്ചിട്ടുള്ള ഒരു വർഷമാണ് 2025. മുന്നോട്ട് ഓടുന്നവർക്കേ മാറ്റം ഉണ്ടാവുള്ളൂ. ചായാനൊരു തണലുണ്ടാവുമ്പോൾ നമുക്ക് ക്ഷീണം ഉണ്ടാവും, പക്ഷെ എനിക്ക് തണലില്ല. അതുകൊണ്ട് ക്ഷീണം ഉണ്ടെങ്കിലും എനിക്ക് മുന്നോട്ട് പോയേ പറ്റൂ. നിങ്ങളുടെ സപ്പോർട്ട് ഇസ് വെരി വെരി ഹ്യൂജ്. താങ്ക് യു സോ മച്ച്. കണ്ണ് തുറപ്പിച്ച വർഷം. മറ്റുള്ളവരുടെ ഫോട്ടോസും സ്റ്റോറീസും മാത്രം കണ്ടിട്ട് അവരുടെയൊക്കെ ലൈഫ് എമ്മാരി ലൈഫാണ്, എന്റെ ലൈഫൊക്കെ എന്ത് ഡാർക്കാണെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കറക്റ്റ് അല്ലേ വർഷ പറഞ്ഞു? ഒരുപാട് അർത്ഥമുള്ള വാക്കുകളാണ്. തനിക്ക് കൂടെ നിൽക്കാൻ ഇന്ന് ആരുമില്ല, തന്റെ പാർട്ട്ണർ വേർപിരിഞ്ഞു, അതൊക്കെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. തനിക്ക് ചാരി നിൽക്കാൻ ഒരു തോളില്ല. ആ വാക്കുകൾ തന്നെയാണ് ആർക്കും മനസ്സിലാക്കാം തനിക്ക് ഇന്ന് ആരുമില്ല എന്നുള്ളൊരു കാര്യം. ഞാൻ എപ്പോഴും മനസ്സിലാക്കുന്നത്, നമുക്ക് രക്തബന്ധങ്ങളെക്കാൾ മറ്റൊരു ബന്ധം
സ്ട്രോങ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. രക്തബന്ധങ്ങളിലും എല്ലാ അപ്പനും അമ്മയും നല്ലവരാണെന്നും എല്ലാ അപ്പനും അമ്മയും മക്കളെ നോക്കുമെന്നല്ല ഞാൻ പറയുന്നത്. എങ്കിലും നമുക്ക് നമ്മുടെ രക്തബന്ധത്തിലുള്ള സ്വന്തം അപ്പനെയും അമ്മയും വിശ്വസിക്കുന്നത് പോലെ മറ്റുള്ളവരെ വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും. എന്താണ് ഞാൻ പറഞ്ഞതിൻ്റെ ഊഹം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. രക്തബന്ധമായിട്ടുള്ള നമ്മുടെ അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ, ഈ ബന്ധങ്ങൾ നമുക്കൊരു വേർതിരിവില്ല, പിരിയലില്ല, അവിടെ ഒരു ഓപ്ഷൻ ഇല്ല. അവർ എന്നും നമ്മുടേതാണ്. അടിച്ചാലും ഇടിച്ചാലും പിണങ്ങിയാലും പിരിഞ്ഞാലും. പക്ഷെ ഒരു റിലേഷൻഷിപ്പ് ആയാൽ ബ്രേക്കപ്പ് ഉണ്ട്, ഭാര്യ ഭർത്താക്കന്മാരായ ഡിവോഴ്സ് ഉണ്ട്. അതുകൊണ്ട് റിലേഷൻഷിപ്പ് അങ്ങനത്തെ ബന്ധങ്ങൾക്കൊക്കെ ഒരു അവസാനം എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. ദി എൻഡ്, ബ്രേക്കപ്പ്, ഡിവോഴ്സ്, ഇങ്ങനത്തെ ഓപ്ഷൻസ് ഉണ്ട്. എന്നാൽ നമ്മുടെ വീട്ടുകാരോളം മറ്റൊരു ബന്ധവും ഇല്ല എന്ന് തന്നെയാണ് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത്. ഇവിടെ വർഷയുടെ കേസ് എടുക്കുകയാണെങ്കിൽ താൻ തൻ്റെ ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇന്ന് ഈ ലെവലിൽ എത്തിയത്. പക്ഷെ എത്തിയെങ്കിലും 2025 എന്ന വർഷം താൻ ഒരുപാട് അച്ചീവ് ചെയ്തു. BMW എടുത്തു, ഒരുപാട് കാശ് സമ്പാദിച്ചു, അത് ഇതൊക്കെ ചെയ്തു. എന്നാലും ഒരുപാട് ട്രാവൽ ചെയ്തു. എന്നാലും എല്ലാം ഉണ്ടെങ്കിലും, പണമുണ്ടെങ്കിലും, എല്ലാം ഉണ്ടെങ്കിലും പണം മാത്രമായി തനിക്ക് കൂട്ട്, അല്ലെങ്കിൽ തൻ്റെ സമ്പാദ്യം മാത്രമായി തനിക്ക് കൂടെ നിന്ന ആൾക്കാരുൾപ്പെടെ തോള് ചായ്ക്കാൻ ഒരു ഇടമില്ലാണ്ട്, സങ്കടം പറയാൻ ഒരു സുഹൃത്തില്ലാണ്ട്, സങ്കടം പറയാൻ തൻ്റെ പാർട്ട്ണർ ഇല്ലാണ്ട് ഒരവസ്ഥയിലോട്ട് വർഷം എത്തിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത്, ആരുടെ ഭാഗത്താണ് മിസ്റ്റേക്ക്, ഒന്നും അറിയില്ല. അതൊന്നും നിങ്ങൾ പൊതുസമൂഹത്തിലോട്ട് അറിയിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലതെന്നേ ഞാൻ പറയത്തുള്ളൂ. നിങ്ങൾ ഒരു പക്ഷേ ഇതൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ 10 ആളെ അറിയിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നാളെ നിങ്ങൾക്ക് തന്നെയാണ് നാറ്റക്കേസ്. എന്തോ വോട്ടവർ എന്ത് റീസൺ ആണെന്ന് വർഷയും പറഞ്ഞിട്ടില്ല, ആ വ്യക്തിയും എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്കത് അറിയാനും പാടില്ല. ഇനി എന്തിനാണ് അവർ പറഞ്ഞ് പോയതും പിരിഞ്ഞു പോയതെന്നൊന്നും നമുക്കറിയത്തില്ല. ഇനി എന്തെങ്കിലും അവർ വന്ന് പറയട്ടെ, പറയുന്ന സമയത്ത് നമുക്ക് നോക്കാം. അല്ലാത്ത പക്ഷം, അവർ പറയാത്ത പക്ഷം നമുക്ക് അതിൽ പോയി കുത്തി ചെകയേണ്ട ആവശ്യമില്ല, നമ്മൾ ചെകയത്തുമില്ല. ഇനി അവർ സോഷ്യൽ മീഡിയയിൽ വന്ന് ഇതിനെ പറ്റിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതെടുത്ത് വെച്ചിട്ട് ഒപ്പീനിയൻ പറയാം. അല്ലാണ്ട് നമ്മളായിട്ട് അങ്ങോട്ട് പോയി ചെകഞ്ഞ് അവരുടെ പേഴ്സണൽ ലൈഫിനെ കൊണ്ട് ഇതിൻ്റെ അത് ഇടാൻ താല്പര്യപ്പെടുന്നില്ല. പിന്നെ അങ്ങോട്ടൊരു ഉപദേശം തരികയാണെങ്കിൽ വർഷയായാലും ഒരിക്കലും തൻ്റെ പേഴ്സണൽ ലൈഫ് കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇടാതിരിക്കുക. ഇട്ട് കഴിഞ്ഞാൽ നാട്ടുകാരെടുത്ത് വെച്ച് അഭിപ്രായം പറയും, ജഡ്ജ് ചെയ്യും, പിന്നെ എല്ലാം ചെളിവാരി അടിക്കുന്ന ഒരു കാര്യത്തിലോട്ട് പോകും. നിങ്ങൾ തമ്മിൽ വേറെ പിരിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പേഴ്സണൽ കാര്യമായിട്ട് അവിടെ വച്ചേക്കുക. എന്തായാലും ഒരുപാട് നഷ്ടങ്ങളും ഒരുപാട് ലാഭങ്ങളും ഉണ്ടായിട്ടുണ്ടായ ഒരു വർഷമാണ് 2025 എന്ന് വർഷ പറയുന്നുണ്ട്. ഇനി കുറച്ച് നാളുകൾക്ക് മുന്നേ ഒരു ഇന്റർവ്യൂവിൽ തന്റെ പാർട്ട്ണറിനെ കുറിച്ചിട്ട് വർഷ പറഞ്ഞ കുറച്ച് പോയിന്റ്സ് ഉണ്ട്. നമുക്ക് അതൊന്ന് കേട്ട് നോക്കാം. അക്ഷയുടെ എൻട്രി എവിടെ നിന്നാണ്? അക്ഷയുടെ എൻട്രി ആണ് ഒരു വലിയൊരു എൻട്രി ആയത്. ആ സമയത്താണ് കറക്റ്റ് അക്ഷയ് ലാൻഡ് ചെയ്യുന്നത്. അക്ഷയായിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഞാൻ ആക്ച്വലി വിചാരിക്കുന്നത് അക്ഷയ് കോഴിക്കോടുകാരനാണ് ഞാൻ വിചാരിക്കുന്നത്. സംസാരിച്ചപ്പോഴാണ് മനസ്സിലായി ട്രിവാൻഡ്രം ആണെന്നുള്ളത്. അപ്പം എൻ്റെ വീട് മലപ്പുറം ആയതുകൊണ്ട് തന്നെ എൻ്റെ അച്ഛനും അമ്മയ്ക്കും മാക്സിമം ഒരു കണ്ണൂർ അല്ലെങ്കിൽ ഒരു എറണാകുളം അത്രയുള്ളൂ, അതിനപ്പുറത്തേക്ക് അവർക്ക് പോകാൻ പറ്റില്ല. എൻ്റെ അടുത്ത് വേണ്ട എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ സംസാരിച്ചു വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഭയങ്കര രസമാണ് എന്ന് പറഞ്ഞാൽ സംസാരിക്കാൻ ഭയങ്കര കാര്യമായിരുന്നു. അങ്ങനെ ഞാൻ അങ്ങനെ വേണമെന്ന് പറഞ്ഞിട്ടുള്ളൊരു ലവ് അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു എൻ്റെ അക്ഷയുടെ. ആൻഡ് വാട്ട് ഇസ് ഇറ്റ് ലൈക്ക്? ഒരു കാനഡയിൽ വർക്ക് ചെയ്യുന്ന ഭർത്താവും കേരളത്തിൽ മീഡിയയിൽ ജോലി ചെയ്ത് അവിടെ ഇവിടെ എല്ലാം പറന്ന് നടന്ന് പണിയെടുക്കുന്ന വർഷയും എങ്ങനെയാണ് ഇത് മാനുവർ ചെയ്യുന്നത്? ലോങ് ഡിസ്റ്റൻസ് മാരേജ് ഭയങ്കര പ്രശ്നമാണ്. അതായത് ചേച്ചിക്ക് അറിയാലോ, നമ്മളിപ്പോഴും നന്നായിട്ടിരിക്കുന്നതിനേക്കാൾ കൂടുതലും അടിപിടി വഴക്ക് കാര്യങ്ങൾ തന്നെയായിരിക്കും. അത് വേറൊന്നും കൊണ്ടായിരിക്കില്ല, ടൈമിന്റെ ഡിഫറൻസ് ഭയങ്കരമായിട്ടുണ്ടല്ലോ. കാനഡയിൽ ഇപ്പം എനിക്ക് തോന്നുന്നു രാവിലെ ആവണുള്ളൂ, അത് രാത്രി എന്താന്ന് തോന്നുന്നു. അപ്പം ഭയങ്കര പ്രശ്നങ്ങളാണ് ആക്ച്വലി. പക്ഷെ നമുക്ക് പോകുന്നുണ്ട് മുന്നോട്ട് എങ്ങനെയൊക്കെയോ. സാധാരണ ഇങ്ങനെയൊക്കെ ഒരു അലയൻസ് വരുമ്പോൾ വീട്ടുകാർ പറയുന്നത് ജോലിയെല്ലാം വിട്ടിട്ട് അങ്ങോട്ട് പോയിക്കോളൂ, അവിടെ തന്നെ ജോലി നോക്കി സെറ്റിൽ ആയിക്കോളൂ എന്നൊക്കെയാണ് പറയുന്നത്. സോ ആ ഒരു പ്രഷർ ഒരിക്കലും ഫേസ് ചെയ്തിട്ടില്ല. കാരണം ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് പെൺകുട്ടികളുടെ കാര്യത്തിൽ അവർക്ക് എത്ര നല്ല ജോലിയാണെങ്കിലും എത്ര നല്ല വരുമാനമാണെങ്കിൽ തന്നെയും കല്യാണം കഴിച്ച ഹസ്ബൻഡ് വേറെ ഏതെങ്കിലും പുറത്തുള്ള ഒരു നാട്ടിലാണെങ്കിൽ ഇതെല്ലാം വിട്ടിട്ട് പോണ ഒരു ടെൻഡൻസീസ് ഉണ്ട്. അപ്പൊ ആ തരത്തിലുള്ള പ്രഷേഴ്സ് ഫേസ് ചെയ്യുന്ന ഗേൾസിനോട് എന്താ പറയാനുള്ള വർഷയ്ക്ക്? അതായത് എനിക്കും ഇങ്ങനത്തെ ഒരു സാധനം വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പം എൻ്റെ വീട്ടുകാർ പറഞ്ഞിട്ടൊന്നുമല്ല, ഇവൻ അക്ഷയ് പറഞ്ഞിട്ടുമല്ല. അതായത് നമ്മൾ കല്യാണം കഴിക്കുന്നത് എന്തിനാ? ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ പിന്നെ അവിടെ ഇവിടെ നിന്ന് കല്യാണം കഴിക്കേണ്ട ആവശ്യമില്ലല്ലോ. എൻ്റെ പ്ലാൻ പ്രകാരം കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് അക്ഷയ്ക്ക് PR ഉണ്ട്, അപ്പൊ എനിക്ക് കൂടി PR ആയി കഴിഞ്ഞാൽ അങ്ങോട്ട് പോവാനായിരുന്നു. പക്ഷേ ദൈവത്തിന്റെ പ്ലാൻ വേറെ ആയിരുന്നു. മൂപ്പര് വിചാരിച്ചു നീ അത്ര പെട്ടെന്നൊന്നും കാനഡയിൽ പോകണ്ട. എനിക്ക് PR കിട്ടാൻ ഏകദേശം 1.5 വർഷം കൊടുത്തു. ആ 1.5 വർഷത്തിലാണ് ഇവിടെ നിന്നിട്ട് എൻ്റെ കരിയർ മാറിയത്. എനിക്ക് നേരത്തെ കിട്ടുമായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ പോയിട്ടുണ്ടാവുമായിരുന്നു. അതുകൊണ്ട് അതായത് നിങ്ങൾ ഇൻഡിപെൻഡന്റ് ആവണം എന്നോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. കാരണം ഇത് ഞാൻ പോലും വിചാരിക്കേണ്ട എനിക്ക് വന്ന പ്ലാനാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഇനി എൻ്റെ കരിയറിൽ ഒരുവിധ കോംപ്രമൈസ് ഞാൻ ചെയ്യില്ല. അത് എൻ്റെ അനുഭവം കൊണ്ടാണ് ഞാൻ പറയുന്നത്. കാരണം ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് കിട്ടുന്നത് ഞാൻ നല്ലൊരു വർക്ക് കഴിഞ്ഞ് വരുമ്പോഴാണ്, എനിക്കതിൽ റിസൾട്ട് ഉണ്ടാകുമ്പോഴാണ്. അത് കഴിഞ്ഞ് വരുമ്പം
എൻ്റെ ഫാമിലി എല്ലാവരും ഉണ്ടെങ്കിൽ അതാണ് എൻ്റെ സന്തോഷം. അല്ലാണ്ട് ഈ പറഞ്ഞ ഒന്നും ഇല്ലാണ്ട് വെറുതെ വീട്ടിലിരുന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും എൻ്റെ ഫാമിലിനെ നോക്കുന്ന ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരാളായിരിക്കില്ല. എനിക്കറിയാം ഇന്ന് ഞാൻ ഏൺ ചെയ്യുന്നതിൻ്റെ വില എന്താണ്, അല്ലെങ്കിൽ എൻ്റെ കരിയറിൻ്റെ വില എന്താണെന്നുള്ളത്. അപ്പം ഇതെൻ്റെ പേഴ്സണൽ ചോയ്സാണ്. പക്ഷെ ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല ഒരാളുടെ അടുത്ത്, അതായത് നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് പോകണമെന്നോ അല്ലെങ്കിൽ പോകണ്ടെന്നോ പറയാൻ പറ്റില്ല. ഓരോരുത്തർക്കും ഓരോ സാഹചര്യമാണ്. അപ്പം അവനവൻ്റെ ടേക്കാണ് എന്ത് ചെയ്യണം എന്നുള്ളത്, അതങ്ങോട്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ അക്ഷയ് എന്നാണ് ആ വ്യക്തിയുടെ പേര്. നമ്മുടെ വർഷ പറയുന്നത് വെച്ചിട്ട് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പാണ്. അപ്പോൾ ഈ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആകുമ്പോൾ അതിൻ്റെതായ കുറേ പ്രശ്നംസ് വരും. പ്രത്യേകിച്ച് ഇവർ രണ്ട് കൺട്രിയിലും നിൽക്കുന്നുണ്ട്, കാനഡയും ഇന്ത്യയുമാണ്. രണ്ടിടത്തും സമയം വരെ വ്യത്യാസമാണ്. അവിടെ ഉറക്കണിക്കുമ്പോൾ ഇവിടെ കിടക്കും, ഇവിടെ ഉറക്കണിക്കുമ്പോൾ അവിടെ കിടക്കും. ആ ഒരു രീതിയാണ്. അതുകൊണ്ട് തന്നെ ഇവർ നല്ല രീതിയിൽ ഇവരുടെ റിലേഷൻഷിപ്പിൽ കുറേ പാളിച്ചകൾ ഉണ്ടാവാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. പ്രത്യേകിച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ കൂടും. പിന്നെ ലോങ് ഡിസ്റ്റൻസ് ആകുമ്പോൾ തന്നെ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു കാനഡയിലായിട്ടുള്ള അക്ഷയ് എന്ന് പറയുന്ന വ്യക്തി അങ്ങോട്ട് വരാനായിട്ട് പ്രഷർ ചെയ്തിട്ടുണ്ടാവും. ഒരു വർഷേ അങ്ങോട്ട് വരണം, നീ അവിടെ വരണം, അവിടെ ഒന്ന് സെറ്റിൽ ആവാന്നൊക്കെ പ്രഷർ ചെയ്തതാണ്. പക്ഷേ വർഷയ്ക്ക് ഇവിടെ തൻ്റെ കരിയറും കാര്യങ്ങളൊക്കെ വിട്ട് പോകാനൊരു ഇൻട്രസ്റ്റ് കാണത്തില്ല. പ്രത്യേകിച്ച് ഇത്രയും നല്ല ഹൈപ്പിൽ കയറി ഇത്രയും നല്ലൊരു ഏണിങ്സ് സോഷ്യൽ മീഡിയയിൽ നിന്ന് ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനത്തെ ഒക്കെ സിറ്റുവേഷൻ ഉള്ള സമയത്ത് വർഷയ്ക്ക് ഇതെല്ലാം ഒറ്റയടിക്ക് കളഞ്ഞിട്ട് അവിടെ പോയി സെറ്റിൽ ആവാൻ ആഗ്രഹം കാണത്തില്ല. പ്രത്യേകിച്ച് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിന്ന് തന്നെ നല്ലവണ്ണം സമ്പാദിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമ്പാദ്യം എന്ന് പറയുന്നത് നമ്മൾ അവനവൻ സമ്പാദിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖം മറ്റൊരാൾ കൊണ്ട് തന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടത്തില്ല. അത് ഉള്ള കാര്യമാണ്. ഇപ്പം ഞാൻ സമ്പാദിച്ചൊരു 10 രൂപ ഉണ്ടാക്കി കഴിഞ്ഞാൽ എനിക്കത് ഭയങ്കര ഒരു വിലയായിരിക്കും. മറിച്ച് വേറൊരാൾ കൊണ്ട് എനിക്കൊരു 100 രൂപ തന്നാലും ഞാൻ ഉണ്ടാക്കി 10 രൂപ അത്രയും വില എനിക്ക് ഫീൽ ചെയ്യത്തില്ല. ഞാൻ ഉള്ള കാര്യമാണോ പറഞ്ഞത്, ഞാൻ എൻ്റെ ഒരു അഭിപ്രായമാണ് പറഞ്ഞത്. അതുകൊണ്ട് വർഷയ്ക്കും ചിലപ്പോൾ അങ്ങനെ തോന്നിക്കാണും. ഒരു പക്ഷേ പാർട്ട്ണറെ ഫോഴ്സ് ചെയ്താണ്, നീ ഇതെല്ലാം നിർത്തിയിട്ട് നീ അങ്ങോട്ട് പോവാ, നമുക്ക് അവിടെ സെറ്റിൽ ആവാം എന്ന് പറഞ്ഞ് ഫോഴ്സ് ചെയ്താണ്. ചിലപ്പോൾ അതുകൊണ്ട് വർഷയ്ക്ക് അത് അംഗീകരിക്കാൻ പറ്റാതായി കാണും. അങ്ങനെ ചിലപ്പോൾ ഈ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയതാവും. എന്താണ് റീസൺ എന്നൊന്നും നമുക്കറിയത്തില്ല. ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞാണ്. കാരണം വർഷം ഇത്രയും കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് അതിൽ നിന്ന് തോന്നിയ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. അങ്ങനത്തെ പല ഇഷ്യൂസും ഇവരുടെ റിലേഷൻഷിപ്പിൻ്റെ ഇടയിൽ ഉണ്ടായിട്ടുണ്ടാവും. അങ്ങനെ പല വാക്ക് തർക്കങ്ങളും പിന്നെ വലിയ തർക്കങ്ങളായി മാറിക്കാണും. അതിനെ തുടർന്നിട്ടായിരിക്കാം മേ ബി ഇങ്ങനെ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയിട്ട് അവർ തമ്മിൽ വേർപിരിഞ്ഞത്. ലവ് കം അറേഞ്ച് മാരേജ് ആണ്. എന്നിട്ടും അത് വേർപിരിഞ്ഞെങ്കിൽ അവിടെ അതിൻ്റെതായ റീസൺസ് ഉണ്ട് എന്ന് തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഇവൻ അക്ഷയ് ഇവിടെയുള്ളതാണ്, ട്രിവാൻഡ്രത്തുള്ളതാണ്, ഇവൾ അങ്ങുമാണ്. രണ്ട് വാക്ക് കിടന്നതാണ്. ഇപ്പം 2 രാജ്യം വരെ കടന്നുപോയി. അങ്ങനെ വരുമ്പോൾ റിലേഷൻഷിപ്പിൽ അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടാവും. അത് നമ്മൾ ഓവർകം ചെയ്ത് തരണം ചെയ്ത് ഇല്ലെങ്കിൽ ഇല്ല, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ രണ്ടുപേരും പരസ്പര ഇഷ്ടത്തോടെ വേർപിരിയുകയാണെങ്കിൽ നമുക്ക് അവിടെ ഒരു തെറ്റും പറയാനില്ല. അല്ലാണ്ട് ഒരു റിലേഷൻഷിപ്പിൽ നിന്നുകൊണ്ട് ചതിക്കുന്നത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അല്ലാണ്ട് അവർ പരസ്പര ഇഷ്ടത്തോടെ വേർപിരിഞ്ഞെങ്കിൽ നമുക്കിനി അതിലൊന്നും പറയാനില്ല. രണ്ടുപേരും നല്ല മികച്ച തീരുമാനമെടുത്ത്. പക്ഷേ 2025 എന്ന് പറയുന്ന വർഷയ്ക്ക് വളരെയധികം ദുരന്തമായിരുന്നു. ഒരുപാട് അച്ചീവ് ചെയ്തെങ്കിലും എന്നാൽ തോള് ചായ്ക്കാൻ ഒരിടം പോലും ഇല്ലാത്ത രീതിയിൽ താൻ നെഗറ്റീവിലോട്ട് പോയി, അല്ലെങ്കിൽ താൻ മാനസികമായിട്ട് തളർന്നു ഡിപ്രഷനിലോട്ട് പോയി. പക്ഷെ അതെല്ലാം ഓവർകം ചെയ്തു, തരണം ചെയ്തു, അതിനോടൊപ്പം നിന്ന് ഫൈറ്റ് ചെയ്തു, അങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന സാധനം പരസ്പര ഇഷ്ടത്തോടെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു സാധനമാണ്. അല്ലാണ്ട് ഒരാൾക്ക് താല്പര്യം ഇല്ലാണ്ട് മറ്റേ ആർക്കാനും വേണ്ടി ഓർക്കാനിക്കുന്ന പോലെ നമ്മൾ ചെയ്ത് കൊണ്ടുപോകേണ്ട ഒരു സാധനമല്ല. മറ്റവരെന്ത് വിചാരിക്കും, അങ്ങനെയൊന്നും ആവശ്യമില്ല. നമുക്ക് റിലേഷൻഷിപ്പ് സെറ്റായിട്ട് തോന്നുന്നില്ലെങ്കിൽ മ്യൂച്വൽ കൺസെൻറ്റോടെ വേർപിരിയുക എന്ന് പറയുന്നത് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. അതിനുവേണ്ടിയാണല്ലോ ഡിവോഴ്സും ബ്രേക്കപ്പ് ഒക്കെ വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് പറഞ്ഞതാണ്. ഇനി വർഷയുടെ ജീവിതം എടുക്കുകയാണെങ്കിൽ, ലൈഫ് എടുക്കുകയാണെങ്കിൽ, പാരൻസിൻ്റെ അടുത്തൊന്നോ സ്കൂൾ ജീവിതത്തിലോ നല്ല നല്ല അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. താനൊരു പരിധി കഴിഞ്ഞപ്പോൾ സ്വന്തമായിട്ട് എന്തൊക്കെയോ നേടി, എന്തൊക്കെയോ ഏൺ ചെയ്ത് സ്വന്തമായിട്ട് വഴിവെട്ടി വന്ന് ഇന്ന് ഈ നിലയിലെത്തി. പക്ഷെ തൻ്റെ കുട്ടിക്കാലം എടുക്കുന്ന സമയത്ത് പല ട്രോമകളിലൂടെയും പല രീതിയിലുള്ള ആക്ഷേപങ്ങളും പരിഹാസങ്ങളും കളിയാക്കലും ഒക്കെ കൂടിയാണ് കടന്നു വന്ന് ഇന്ന് ഈ നിലയിൽ എത്തിയിട്ടുള്ളത്. അപ്പം അതിനെക്കുറിച്ചിട്ടും കുറച്ച് കാര്യങ്ങൾ വർഷ പറയുന്നുണ്ട്, നമുക്ക് കേട്ട് നോക്കാം. ഞാൻ ആക്ച്വലി ഒരു ഇൻട്രോവേർട്ടാണ്, അതായത് ആംബിവേർട്ട് എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് എല്ലാ സമയത്തും ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടും എല്ലാം ഡീൽ ചെയ്യുന്ന ഒരാളല്ല. എനിക്ക് സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. ഭയങ്കര നാണമാണ് എനിക്ക് പുതിയൊരു സർക്കിൾ ഓഫ് ആൾക്കാരുടെ ഇടയ്ക്ക് കയറി ചെന്ന് സംസാരിക്കാൻ എനിക്ക് പറ്റില്ല. ഞാൻ ഒന്ന് സെറ്റിൽ ആയതിനു ശേഷം എനിക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരാൾ ആങ്കർ ആയിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അതായത് ഇപ്പോൾ നമ്മുടെ ജഡ്ജസ് ഇരിക്കുന്നു, ഇവരെല്ലാവരും ഇരിക്കുന്നു, കുട്ടികളിരിക്കുന്നു, ഇവരൊക്കെ ഞാനല്ല ഓണാക്കി കൊണ്ടുവരേണ്ടത്. എനിക്ക് പലപ്പോഴും അങ്ങനെ ഭയങ്കര അടിപൊളിയായിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റാറില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പോഴും അത് തന്നെയാണ് പ്രശ്നം. പക്ഷെ ഞാൻ എല്ലാ ദിവസവും ശ്രമിക്കുന്നുണ്ട്. ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് എന്നെ ഒന്നിനും കൂട്ടാറില്ല, അതായത് ഡാൻസ് അല്ലെങ്കിൽ പരിപാടിക്കൊന്നും. കാരണം എന്താ വെച്ചാല് എപ്പോഴും കുറച്ച് പോപ്പുലർ ആയിട്ടുള്ള ആൾക്കാരായിരിക്കുമല്ലോ നമ്മുടെ സ്കൂളില് ഡാൻസ് വരുമ്പോൾ. വിശ്വസിക്കാൻ പറ്റുന്നില്ല വർഷം പോപ്പുലർ അല്ലാതെ. ഞാൻ പോപ്പുലർ ആണ് മറ്റു പല കാര്യങ്ങൾക്ക്.
അതൊന്നും ആയിരുന്നില്ല. അതായത് ഞങ്ങളുടെ സ്കൂളിൽ ഞാൻ ഭയങ്കര കോമ്പറ്റീഷൻ ഉള്ള സ്കൂളിലാണ് പഠിച്ചത്. എന്റെ ക്ലാസ്സിലൊക്കെ കുറെ ഡാൻസേഴ്സ് എന്ന് പറഞ്ഞാൽ അവര് പുറത്തൊക്കെ വലിയ വലിയ മാഷന്മാരുടെ അടുത്തൊക്കെ പഠിച്ചിട്ടുള്ള ഡാൻസ് പഠിക്കുന്ന ആൾക്കാർ, പാട്ട് പഠിക്കുന്ന ആൾക്കാർ, മോണാക്ട് പഠിക്കുന്ന ആൾക്കാർ, അങ്ങനത്തെ ആൾക്കാരാണ്. ഞങ്ങളുടെ സ്കൂളിൽ തന്നെ ആയിരിക്കും ഇപ്പോൾ ഒരു ജില്ലാ മത്സരമൊക്കെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ കുട്ടികളൊക്കെ പോകുന്നുണ്ടാവുക. അപ്പൊ ഇവരുടെ ഇടയിൽ ഇതൊന്നും പുറത്തുപോയി പഠിക്കാണ്ട് അമ്മ എഴുതി തന്ന മോണാക്റ്റും കഥാപ്രസംഗമൊക്കെ പഠിച്ചിട്ട് നമുക്ക് സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ഒന്നും കിട്ടാറില്ല. അപ്പം ഇങ്ങനെ കിട്ടുന്ന ആൾക്കാരായിരിക്കും അവിടെ എപ്പോഴും മുമ്പിൽ ഉണ്ടാവുക. ഇപ്പോഴും എനിക്ക് ഓർമ്മയുള്ള കാര്യം, ഞാൻ 3ാം ക്ലാസ് പഠിക്കുമ്പോൾ നമ്മുടെ കറുപ്പിനഴക് വെളുപ്പിനഴക് എന്ന് പറഞ്ഞ പാട്ട് ഇറങ്ങിയ സമയം. അപ്പം അതിന്റെ എന്റെ ഒരു സ്കൂളിലൊരു പരിപാടിക്ക് ആ പാട്ട് ഡാൻസ് കളിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ CD-യിലാക്കി കൊണ്ടുവരാ പാട്ട്, അതുകൊണ്ട് എന്നെ ചിലപ്പോൾ കൂട്ടുമായിരിക്കില്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പൊ ഞങ്ങൾ ടീച്ചർ എന്ത് ചെയ്തു, ഞാനാണല്ലോ CD-യിലാക്കി കൊണ്ടുവരുന്ന പാട്ട്, അതുകൊണ്ട് എന്നെ മുമ്പിൽ നിർത്താന്ന് വെച്ചാൽ എന്നെ മുമ്പിൽ നിർത്തി. പക്ഷേ അതായത് പ്രപഞ്ചം പോലും എനിക്ക് എതിരാണെന്നുള്ള രീതിയിൽ അന്ന് ഇടേണ്ട ഡ്രസ്സ് നമ്മൾ ഇങ്ങനെ ഒരു പാന്റ്, എന്നിട്ട് ഇങ്ങനത്തെ ഒരു ഇത്രക്കുള്ള ഒരു ടോപ്പ്, ഷോള്, അതിന്റെ പേര് എനിക്ക് ഇപ്പൊ ഓർമ്മയില്ല. ചോളി വേറെയാണല്ലോ, മറ്റേ ഇങ്ങനെ ലഹങ്ക പോലെയാണല്ലോ, ഇത് വേറെ സാധനം. ആ ഡ്രസ്സ് എൻ്റെ കയ്യിലുണ്ട്. അന്ന് അമ്മ വീട്ടിലില്ല. അപ്പൊ ഞാൻ എന്റെ അലമാരയിൽ നോക്കുമ്പോൾ ആ ഡ്രസ്സ് കാണാനില്ല. ആ ഡ്രസ്സ് ഇടാത്തതിന്റെ പേരിൽ അന്ന് എന്നെ ബാക്കിൽ നിർത്തി. അതായത് CD-യിൽ പാട്ടാക്കി കൊണ്ടുപോയിട്ടു. മനസ്സിലായോ? അപ്പൊ ആ കുഞ്ഞു മനസ്സിൽ എത്ര വിഷമമുണ്ട്. നമ്മളെന്ന് പറഞ്ഞാൽ അന്ന് ഞാൻ ഒട്ടും സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു കുട്ടിയല്ല. അത് വല്ലാത്തൊരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വേർതിരിവുകൾ സ്കൂളുകാർ കാണിക്കാറുണ്ട്. അവർ ഈ പഠിക്കുന്ന പിള്ളേരെ പിടിച്ച് ഫ്രണ്ട് ബെഞ്ച് ഇരുത്തുക, പഠിക്കാത്തവന്മാരെ ബാക്കി ഇരുത്തുക, തറയിൽ ഇരുത്തുക. ഇത് ഇവരുടെ വിചാരം ഇങ്ങനെ പണിഷ്മെന്റ് കൊടുക്കുന്ന സമയത്ത് പിള്ളേർ നന്നാവും എന്നാണ്. പക്ഷെ അത് പിള്ളേരുടെ മനസ്സിൽ, കുട്ടികളുടെ മനസ്സിൽ ഒരു ട്രോമ രീതിയിലോട്ട് പോകും. കാരണം മറ്റുള്ള കൂട്ടുകാർ, കൂടെ പഠിക്കുന്നവർ കളിയാക്കും, പരിഹസിക്കും. ഇതെല്ലാം കുട്ടികളുടെ മനസ്സിൽ തീരാത്ത ഒരു സങ്കടമായിട്ട് മാറും. ഞാനും പണ്ട് കുട്ടിക്കാലത്ത് അനുഭവിച്ചിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. ഇന്നൊക്കെ ആലോചിക്കുമ്പോൾ നമ്മൾ അന്ന് ഇങ്ങനെയൊക്കെ അനുഭവിച്ചു എന്നുള്ളത് സത്യം പറഞ്ഞാൽ ആ സമയത്ത് അനുഭവിച്ച മെന്റൽ സ്ട്രെസ്സും മെന്റാലിറ്റിയും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലായിരുന്നു. ഇന്ന് നമുക്കത് അത്രയും ഫീൽ ചെയ്യത്തില്ല. പക്ഷെ ആ സമയത്ത് നമ്മൾ കടന്നുപോയ സിറ്റുവേഷൻ നമ്മളൊന്ന് ചിന്തിച്ചു നോക്ക്. ഈ പറഞ്ഞതുപോലെ വലിയൊരു ആകാംക്ഷയോടെ ആ പാട്ട്, കറുപ്പിനഴക് എന്ന് പറയുന്ന പാട്ട് CD-യിലാക്കി കൊണ്ടുവന്ന് തന്നെ പിടിച്ച് ഫ്രണ്ടിൽ നിർത്തി. എന്നാൽ പ്രപഞ്ചം പോലും തനിക്കെതിരെന്നുള്ള രീതിയിൽ ഡ്രസ്സ് കാണാതായി, ഡ്രസ്സില്ലാത്തത് കൊണ്ട്, ആ ഒരു ഡ്രസ്സില്ലാത്തത് കൊണ്ട് തന്നെ പിടിച്ച് ബാക്കിൽ നിർത്തി. അപ്പോൾ സ്കൂളുകാർ ആ ഡ്രസ്സ്, അവർ ആ യൂണിഫോം അല്ലെങ്കിൽ ആ ഒരു ഇത് കാണണം, എന്നാലേ ഫ്രണ്ടിൽ നിർത്തൂ ആ ഒരു സാധനം. അതുകൊണ്ട് എന്ത് ചെയ്ത് ആ വർഷയെ പിടിച്ചിട്ട് അന്ന് ബാക്കിൽ നിർത്തി. അപ്പോൾ ഈ കുട്ടിയാണ് പ്രത്യേകിച്ച് ആ സമയത്ത് കുട്ടിയാണ് 3ാം ക്ലാസ്സിൽ എങ്ങാണ്ട് പഠിക്കുന്ന സമയത്ത്. അന്ന് ആ കുട്ടിയോട് ഈ സ്കൂളുകാർ അങ്ങനെ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അവിടുത്തെ ടീച്ചേഴ്സ് അങ്ങനെ ചെയ്യുന്ന സമയത്ത് അത് ആ കുട്ടിയുടെ മനസ്സിനെ എത്രത്തോളം വേദനിപ്പിക്കുമെന്ന് ഇവർ ചിന്തിക്കുന്നുണ്ടോ? ഇല്ല. അവർ സ്കൂളിൻ്റെ ആ ഒരു പ്രസ്റ്റീജ്, ഇമേജ്, അല്ലെങ്കിൽ ആ പ്രോഗ്രാം എങ്ങനെയെങ്കിലും ഫസ്റ്റ് അടിക്കണം, ഈ ഒരു സാധനം മാത്രമേ ചിന്തിക്കത്തുള്ളൂ. ഒരിക്കലും ആ കുട്ടിയുടെ മനസ്സിനത് ഏത് രീതിയിൽ ബാധിക്കുമെന്ന് അവർ ചിന്തിക്കത്തില്ല. അവർ ചിന്തിക്കുകയില്ല. നമ്മളിപ്പോൾ കലോത്സവങ്ങൾ എടുത്തു കഴിഞ്ഞാലും അവിടെ ഈ ഓരോ ഡ്രസ്സിൻ്റെയും ഇതിൻ്റെയും നിറത്തിൻ്റെ പേരിൽ വരെയാണ് വേർതിരിച്ചാണ് നിർത്തുന്നത് വലിയ ആൾക്കാർ ആ ഒരു സെറ്റപ്പിൽ. അപ്പോൾ ഇതൊക്കെ കുട്ടികളുടെ മനസ്സിൽ ഭയങ്കരമായിട്ട് കയറും. നമ്മളൊക്കെ ഇന്നത്തെ കാലത്ത് നമ്മളൊക്കെ ആരെങ്കിലും വേർതിരിച്ച് നിർത്തിയാലും ബോട്ട് പുല്ലെന്ന് പറഞ്ഞു വിടും. പക്ഷെ അന്നത്തെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമുക്കിതെല്ലാം ഫീൽ ചെയ്യും. നമ്മൾ വിചാരിക്കുമോ നമ്മൾ അങ്ങനെ ആയതുകൊണ്ടല്ലേ നമ്മളിങ്ങനെ നിർത്തിയത്, നമ്മളപ്പോൾ അങ്ങനെയാണ്, നമ്മൾ കറുപ്പായതുകൊണ്ടല്ലേ നമ്മൾ അങ്ങനെ പിടിച്ചത്. ഈ ഒരു ചിന്തയൊക്കെ കുട്ടിക്കാലത്ത് നമ്മുടെ മനസ്സിൽ വരും. പിന്നെ ഉണക്കെ ആയതിൻ്റെ പേരിൽ കളിയാക്കലും പരിഹാസം കേട്ടിട്ടുണ്ട്. നീയൊക്കെ എന്തെങ്കിലും നന്നാവോടാന്നൊക്കെ കേട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്. അതിന്നും സ്കൂളുകളിൽ പിള്ളേർ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമായിരിക്കണം. മേ ബി അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ടീച്ചേഴ്സ് വരെ കളിയാക്കും, ടീച്ചേഴ്സ് വരെ ബോഡി ഷേമിങ് ചെയ്യും. ഞാനൊക്കെ അന്ന് കേട്ടിട്ടുള്ളതാണ് കുട്ടിക്കാലത്ത്. അത് പിന്നെ ടീച്ചേഴ്സ് തുടങ്ങി വിട്ട് കൊടുക്കുമ്പോൾ പിന്നെ കുട്ടികൾ ബാക്കിയുള്ളവർ ചിരിക്കും, കളിയാക്കും, പരിഹസിക്കും. പിന്നെ ഇൻട്രോലിന് ഇറങ്ങുമ്പോൾ ഉള്ള കളിയാക്കൽ കേൾക്കും. അങ്ങനെയൊക്കെ ഒരുപാട് ഫേസ് ചെയ്തിട്ടുണ്ട്. അത് എല്ലാ കുട്ടികളുടെ ലൈഫിലും പണ്ട് കാലത്തൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ സ്കൂൾ പിള്ളേർ എങ്ങനെയാണെന്ന് അറിയില്ല. ഒരുപാട് മാറ്റം ഉണ്ടായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നാൽ ടീച്ചേഴ്സ് അതിനുള്ള വിവരവും ബോധവും കാണിക്കത്തില്ല. ഇപ്പോൾ വർഷയുടെ ആ ഒരു കുട്ടിക്കാലത്ത് നടന്നിട്ടുള്ള 3ാം ക്ലാസ്സിൽ നടന്നിട്ടുള്ള ഒരു കാര്യം ഇന്നും വർഷം ഓർത്തു വെച്ച് പറയുന്നുണ്ടെങ്കിൽ അത് അത്രയ്ക്ക് തന്നെ ഹേർട്ട് ചെയ്തതുകൊണ്ടാണ്. അത്രേ ഉള്ളൂ. ഇനി വർഷം പറയുന്ന ബാക്കി കുറച്ച് കാര്യങ്ങളുണ്ട്, കേട്ടോക്കാം. വളരെ ആവറേജ് ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റ് ആയതുകൊണ്ട് എനിക്ക് അത് ഭയങ്കരമായിട്ട് മനസ്സിൽ തട്ടി. വർഷം ഒരു ഇന്റർവ്യൂല് പറഞ്ഞതാണ്, നമ്മൾ ബാക്ക് ബെഞ്ചസ് ആണെങ്കിൽ ആൾക്കാർ ശ്രദ്ധിക്കും, നമ്മൾ ഫ്രണ്ടിൽ ഇരിക്കുന്നവരാണെങ്കിലും ആൾക്കാർ, ടീച്ചർമാരെല്ലാരും ശ്രദ്ധിക്കും. പക്ഷെ ഈ നടുക്കിരിക്കുന്ന കുട്ടികളുണ്ടല്ലോ, അവരാർക്കും ശ്രദ്ധ കിട്ടാതെ കുറവാ. എന്താന്ന് വെച്ചാലേ ഞാൻ പഠിക്കാൻ പുറകിലല്ല, എന്നാൽ മുമ്പിലും അല്ല. എനിക്ക് ജോഗ്രഫി, ഹിസ്റ്ററി അങ്ങനത്തെ വിഷയങ്ങൾക്കൊക്കെ നല്ല മാർക്ക് ഉണ്ടാവും. പക്ഷെ എനിക്ക് സയൻസിന് മാർക്ക് കുറവാണ്, മാത്സിന് മാർക്ക് കുറവാണ്. സയൻസിനും ഇതിനൊക്കെ മാർക്കുള്ളവരാണല്ലോ ആൾക്കാർ പഠിക്കുന്ന കുട്ടികളായിട്ട് അംഗീകരിക്കുള്ളൂ. ഇനിയിപ്പോ ഏറ്റവും പുറകിലെത്തണമെങ്കിൽ എല്ലാത്തിലും മാർക്കും കുറയണം, അതുമില്ല, കുറച്ച് മാർക്ക് എനിക്കുണ്ട്. അപ്പൊ ഞാൻ നടുവിലോട്ട് പോയി.
ഇപ്പം അത് ചേച്ചി പറഞ്ഞില്ല, അതായത് വിശ്വസിക്കാൻ പറ്റണില്ല ഞാൻ അങ്ങനെ ഒരു പോപ്പുലർ അല്ല എന്നുള്ള കാര്യം. ഞാൻ ശരിക്കും 10ാം ക്ലാസ് വരെ അല്ലെങ്കിൽ +2 വരെ, അതായത് സ്കൂളിലൊക്കെ ഒരു എന്ന് പറയുന്ന ഒരു കുട്ടിയായിരുന്നു ഞാൻ. അതായത് വലിയ കാര്യമായിട്ടില്ല, ടീച്ചേഴ്സിന് ആ വർഷ പഠിക്കും അങ്ങനെ കുഴപ്പമൊന്നുമില്ല, പിള്ളേർക്കാണെങ്കിലും തന്നെ ആ വർഷന്റെയൊക്കെ കാണിക്കുന്നുണ്ട്, അതിനപ്പുറത്തേക്ക് അങ്ങനെ ഒരു നല്ല അഭിപ്രായം ഒന്നും സത്യം പറഞ്ഞ എന്നെ പറ്റി +2 വരെ ആർക്കും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴെങ്ങനെയാ നാട്ടിൽ പോകുമ്പോ? ഇപ്പൊ ഭയങ്കര എല്ലാവർക്കും ഭയങ്കര സ്നേഹമാണ്. ആൾക്കാർ ഇങ്ങനെ ഇപ്പൊ എല്ലാവരും ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. പക്ഷെ എനിക്ക് സന്തോഷമാണ് അത്. കാരണം ചില ആൾക്കാർ പറയാറുണ്ട് പണ്ട് കുറ്റം പറഞ്ഞ ആൾക്കാർ അല്ലെങ്കിൽ തള്ളി പറഞ്ഞ ആൾക്കാരെ കാണുമ്പോൾ ഞാൻ കുറച്ച് ഇങ്ങനെ നിൽക്കും എന്നുള്ളത്. പക്ഷെ എനിക്ക് അങ്ങനെ തോന്നാറില്ല. എനിക്ക് തോന്നാറെന്ന് വെച്ച് കഴിഞ്ഞാല് അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞു, ഇന്ന് അവരിങ്ങനെ അടുത്തേക്ക് വരുമ്പോൾ ഞാൻ കൂടുതൽ അവരുടെ അടുത്ത് സ്നേഹം കാണിക്കാൻ എനിക്ക് ഇഷ്ടമാണ് ആൾക്കാർ എന്നെ. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലെവിടെ ഒരു മുറിവുണ്ടല്ലോ, നമ്മൾ അന്ന് ഇത്രയ്ക്ക് പറഞ്ഞാണെന്നുള്ളത്. അപ്പൊ അവർ വീണ്ടും വരുമ്പം ആ കുട്ടിയാണെന്ന് തോന്നുന്നു ഉണരണത് മനസ്സെന്ന്. അപ്പൊ ഞാൻ അവരെ രണ്ട് കൈയിട്ട് സ്വീകരിക്കാറുണ്ട്. എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം തോന്നാറില്ല പൊതുവെ. പക്ഷെ എനിക്ക് പ്രശ്നം തോന്നും, പണ്ട് തിരിഞ്ഞു നോക്കാത്ത നാറികളെ പിന്നെയും തിരിഞ്ഞു നോക്കൂല. കാരണം എനിക്കത് ഇഷ്ടമല്ല. പിന്നെ എനിക്ക് നമ്മൾ ഒരു കഷ്ടതയിൽ നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഹോസ്റ്റ് സിറ്റുവേഷനിലോ നമ്മളെ തിരിഞ്ഞു നോക്കാത്തവർ, അല്ലെങ്കിൽ പണ്ട് നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മളെ പുച്ഛിച്ചവരും പരിഹാസിച്ചവരും കളിയാക്കിയവരും മുന്നിൽ ജയിച്ചു കാണിക്കണം എന്നുള്ള വാശിയുണ്ട്. പിന്നെ നമ്മൾ ജയിച്ച് തീർന്നതിന് ശേഷം അവർ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഞാൻ അക്സെപ്റ്റ് ചെയ്യത്തില്ല, സീരിയസ്ലി. പിന്നെ എനിക്ക് വേണ്ട, അങ്ങനെയുള്ള ബന്ധങ്ങളൊന്നും വേണ്ട. നമ്മുടെ മോശം അവസ്ഥയിലും നമ്മുടെ ഏത് ദുരന്തം പിടിച്ച അവസ്ഥയിൽ നമ്മുടെ കൂടെ നിൽക്കുന്നവരാണ് നമ്മുടെ യഥാർത്ഥ സുഹൃത്തുക്കളെന്ന് യഥാർത്ഥ ബന്ധങ്ങളെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാണ്ട് നമ്മൾ നല്ല ഹൈപ്പിലിരിക്കുമ്പോഴും നന്നായിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് വന്ന് കൈ തന്നത് അത്ര നല്ലൊരു സുഹൃത്തോ നല്ല ബന്ധങ്ങളോ അല്ല. അങ്ങനെ വരുന്നവർ അവരുടെ ഉദ്ദേശം തന്നെ നമ്മൾ പച്ച പിടിച്ച് നമ്മളെ കൂടെ നിർത്താൻ കൊള്ളാം എന്ന് തോന്നിയിട്ട് കൂടെ നിർത്തുന്നവരായിരിക്കും. അങ്ങനെയുള്ളവരെ നമുക്ക് അംഗീകരിക്കാൻ പറ്റൂലേ. ഉള്ള കാര്യം സത്യമായിട്ട് തുറന്നു പറയാമല്ലോ. ഇത് വർഷ പറഞ്ഞത് വർഷയുടെ ഒരു ഒപ്പീനിയനാണ്. പക്ഷെ എനിക്കത് യോജിപ്പില്ല, ഞാൻ അത് ചെയ്യത്തില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയുള്ള നേരങ്ങൾ അടിപ്പിക്കാൻ കൊള്ളത്തില്ലെന്നേ ഉള്ള കാര്യം പറഞ്ഞ. വർഷ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കൂടെ ഉണ്ട്, കേട്ടു നോക്കാം. വർഷ ഒരു പോസ്റ്റിൽ എഴുതിയത് ഐ വിൽ മേക്ക് ദാറ്റ് ലിറ്റിൽ ഗേൾ പ്രൗഡ് എന്നാണ്. ടെൽ മീ അബൌട്ട് ദാറ്റ് ലിറ്റിൽ ഗേൾ. ഒത്തിരി പ്രോബ്ലംസ് ഫേസ് ചെയ്തിരുന്ന ഒരു കുട്ടിക്കാലമായിരുന്നു വർഷയുടെ. ഇന്നിപ്പം വെറും വർഷാന്നെല്ലാവരും പറയും, പക്ഷെ എനിക്കത് ആലോചിക്കുമ്പോൾ തന്നെ പറയാൻ കുറച്ച് സമയം എടുക്കും. ഐ എം സോറി ദാറ്റ്. അതായത് അത് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ഞാൻ ഭയങ്കരമായിട്ട് സ്ലട്ട് ഷെയിം അനുഭവിച്ചു. സ്ലട്ട് ഷെയിമിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും മനസ്സിലാവില്ല. സോ ഐ തിങ്ക് വെൻ ഒരു ഗ്രൂപ്പ് ഓഫ് കുട്ടികൾ അവരുടെ ക്യാരക്ടറെ തന്നെ അറ്റാക്ക് ചെയ്യുമ്പോഴാണ് പലപ്പോഴും അതിനെ സ്ലട്ട് ഷെയിം എന്നുള്ളൊരു മീനിങ് ഉണ്ടാവുക. ദിസ് ഈസ് വെൻ യു ആർ ഇൻ 10th സ്റ്റാൻഡേർഡ് 11th സ്റ്റാൻഡേർഡ്? എനിക്ക് തോന്നുന്നു 8ാം ക്ലാസ് മുതലാണെന്നുള്ളത്. കാരണം ഇന്ന് കാണിക്കുന്ന പോലെ തന്നെ ഏറ്റവും കൂടുതൽ ഡ്രസ്സപ്പ് ചെയ്ത് പോകാൻ ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. ആ സമയത്ത് തന്നെ നമുക്കിങ്ങനെ ചെറിയ കളറുള്ള ലിബാമൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഇട്ട് സ്കൂളിൽ പോകും. കണ്ണൊക്കെ ഭയങ്കരമായിട്ട് എഴുതി പോവും. അമ്മയുടെ ഫൗണ്ടേഷനൊക്കെ ഇട്ടിട്ട് ഞാൻ പോകാറുണ്ട്. എനിക്കിപ്പോഴും അറിയില്ല എന്തിനാ ഫൗണ്ടേഷനൊക്കെ ഇട്ട് പോയിരുന്നു. പക്ഷെ ഞാൻ ഇങ്ങനെ ഭയങ്കര സൗന്ദര്യം, അതായിരുന്നു എൻ്റെ മെയിൻ. അങ്ങനെ ഞാൻ നടക്കുമായിരുന്നു. മാത്രമല്ല ഞാൻ മലപ്പുറത്ത് നിന്നാണ് വരണത്. അപ്പം എൻ്റെ നാട്ടുകാരെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സാധാരണ ആൾക്കാരാണ്. നമ്മളങ്ങനെ എനിക്കൊന്നും ചേച്ചിൻ്റെ സ്കൂൾ ടൈമിലോ കോളേജിലോ കിട്ടിയ അത്ര പോലെ എക്സ്പോഷർ എനിക്ക് എൻ്റെ ലൈഫിൽ കിട്ടിയിട്ടില്ല. ആ സമയത്തൊന്നും ഭയങ്കര നോർമൽ സ്ഥലമാണ്. അപ്പം അങ്ങനെ പറയല്ലേ, ഞാൻ കുറേ വർഷം പക്ഷെ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. കാരണം ഞാൻ അത്രയും ചേച്ചി പറഞ്ഞ വിശ്വസിക്കില്ല, ഞാൻ അത്രയും സാധാരണ സ്ഥലത്ത് നിന്നാണ് വരണേ. സാധാരണ സ്കൂളിലാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അപ്പം അന്ന് ഞാൻ 9th പഠിക്കുമ്പോൾ ഈ ലെഗിൻസ് ജീൻസ് ഒക്കെ ഉണ്ടല്ലോ, ടൈറ്റ് ഫിറ്റ്, ആ ജീൻസ് ഒക്കെ ഇറങ്ങുന്നത്. അപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് എനിക്കതൊന്നും മേടിച്ചിരില്ല. പിന്നെ അന്നത്തെ സമയത്ത് നമുക്ക് എപ്പോഴും എന്താ പറയാ ഓണത്തിനും വിഷുവിനൊക്കെ ഡ്രസ്സും കിട്ടുള്ളൂ. അപ്പൊ അധികം ഡ്രസ്സൊന്നുമില്ല. അപ്പൊ ഈ പറഞ്ഞ പോലെ എന്റെ ആന്റിക്ക് ജോലി കിട്ടിയപ്പം പുള്ളിക്കാരത്തി നമുക്ക് ചെലവ് ചെയ്ത കൂട്ടത്തിൽ എന്താ വേണ്ടതെന്ന് വെച്ചപ്പോൾ ഞാൻ ഈ ജീൻസ് മതി, ഒരു ടീഷർട്ട് ആണെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്. ഒരു ലെഗിൻസ് പോലത്തെ ആ ഒരു ബ്ലൂ കളർ ജീൻസും ഈ കളർ ടീഷർട്ടുമാണ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ ടീഷർട്ടൊക്കെ ഇട്ട് ഇതൊക്കെ ഇട്ട് ഞാൻ ട്യൂഷനൊക്കെ പോവാം. അപ്പം അവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഭയങ്കര ജീൻസ് ഇട്ടോ അല്ലെങ്കിൽ ടീഷർട്ടൊക്കെ ഇട്ട് പോകുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു സംഭവം എന്നുള്ളൊരു നാടാണത്. അവിടെ അത്രയും മോഡേൺ ആയിട്ടുള്ള ആൾക്കാർ അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. മാത്രമല്ല പോരാ തന്നെ എനിക്ക് ഈ പറഞ്ഞ മുടി അഴിച്ചിട്ട് പോകണം, മുഖത്ത് ഇതിട്ട് പോകണം, അങ്ങനെയൊക്കെ ഇട്ട് പോകുന്നുണ്ടായിരുന്നല്ലോ. അപ്പം ആളുകൾ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് എന്തോ പ്രശ്നമുണ്ട് എന്നുള്ള രീതിയിൽ. മാത്രമല്ല ഞാൻ 9th പഠിക്കുമ്പോഴാണ് ഇങ്ങനെ ചാനൽസിലൊക്കെ ആങ്കറായിട്ടൊക്കെ പോയി തുടങ്ങിയത്. അപ്പം ഓൾറെഡി 9th പഠിക്കുമ്പോൾ അതായത് അവിടുത്തെ നമ്മുടെ ലോക്കൽ ചാനൽസിലൊക്കെ പിന്നെ പരിപാടിയൊക്കെ ഉണ്ട്, ആങ്കർ ചെയ്യും. അപ്പം ഇന്നും അന്നും എന്നും ഉള്ളതുപോലെ തന്നെ നമ്മള് സിനിമ അല്ലെങ്കിൽ ഇപ്പൊ ഒരു ആങ്കർ അല്ലെങ്കിൽ മീഡിയ എന്നൊക്കെ പറയുന്നത് അവിടെ പോണ പെൺകുട്ടികൾ കുറച്ചൊക്കെ എന്തോ ആണ് എന്നുള്ളൊരു എന്തോ ഒരു ധാരണ ആൾക്കാർക്ക് ഉണ്ടെന്ന്. അതായത് വർഷം ഉദ്ദേശം നിങ്ങൾക്ക് മനസ്സിലായി. ഈ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്നവർ അല്ലെങ്കിൽ സിനിമ ഫീൽഡിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്നവർ, മറ്റ് ഈ സോഷ്യൽ മീഡിയ 10 ആളറിയുന്ന സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിൽക്കുന്ന സ്ത്രീകളെല്ലാം ഒരു പോക്ക് കേസാണ് എന്നുള്ളൊരു ടോക്ക് പൊതുവേ ഉണ്ടായിരുന്നു മുൻ കാലഘട്ടങ്ങളിൽ. ഇന്നത് മാറി, വീണ്ടും മാറിയിട്ടുണ്ടായിരുന്നു.
വർഷ പറയുന്ന വർഷയുടെ ആ ഒരു 9ാം ക്ലാസ് പഠിക്കുന്ന ആ ഒരു സമയത്തൊക്കെയാണ്. അപ്പം അന്ന് സ്ലട്ട് ഷെയ്മിങ്ങും കാര്യങ്ങളൊക്കെ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അത് പൊതുവേ കുറെ ആൾക്കാർക്ക് വിവരമില്ലാതെ അങ്ങനെ പറയാറുണ്ടായിരുന്നു. എന്ന് വെച്ചിട്ട് ഈ സിനിമ ഫീൽഡിൽ പോകുന്ന എല്ലാവരും പോക്കാണെന്ന് പറയൂല. അങ്ങനെയാണ് ഞാൻ ചോദിക്കട്ടെ, മറ്റു പല ഫീൽഡിലും ജോലി ചെയ്യുന്ന ഒരുപാട് പേര് പോക്കുകളായിട്ടുണ്ട്. അതിനെയൊക്കെ പറ്റിയിട്ട് പറയില്ല എങ്കിൽ ആ ഫീൽഡിലുള്ളവരെല്ലാവരും പോക്കാണെന്ന് പറയൂ ഇല്ല. പക്ഷെ ഇത് അഭിനയിച്ച് നടക്കുന്നല്ലേ, അവള് അങ്ങനെയാണ്, അവള് വോക്കേഴ്സ് ആയിട്ടാണ് അഭിനയിച്ച് നടക്കുന്നത്, അവൾ ഇങ്ങനെ മറ്റേ കണ്ടവന്മാരെ കൂടെ നടക്കുന്നത്, ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. പക്ഷെ അങ്ങനെയൊന്നുമില്ല. എവിടെ പോയാലും അതൊരു സ്ത്രീ ആയാലും പുരുഷനായാലും വഴി തെറ്റണമെന്ന് വിചാരിച്ചാൽ അത് അവരുടെ ഇഷ്ടമാണ്, അവർ വഴി തെറ്റുന്നത്. അല്ലാണ്ട് നമ്മളൊരു ഫീൽഡിലായത് കൊണ്ടാണ് വഴി തെറ്റുന്നതെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അവനവൻ വിചാരിക്കണം, അല്ലെങ്കിൽ അവളുമാര് അവളായിട്ട് വിചാരിക്കണം, എങ്കിൽ മാത്രമേ വഴി തെറ്റത്തുള്ളൂ. അല്ലാണ്ട് സിനിമ ഫീൽഡിലുള്ള എല്ലാം പോക്കാണ്, സീരിയൽ ഫീൽഡിലുള്ള എല്ലാം പോക്കാണ്, മറ്റുള്ള സോഷ്യൽ മീഡിയ ആക്റ്റീവായിട്ട് നിൽക്കുന്ന എല്ലാവരും പോക്കാണ്, അതൊന്നും ഒരിക്കലും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. അങ്ങനത്തെ ഒരു ചിന്താഗതി ഒരു സമയത്ത് ആൾക്കാർക്കൊക്കെ ഉണ്ടായിരുന്നു. അതിനെ പറ്റിയിട്ടാണ് വർഷ പറഞ്ഞത്. അങ്ങനത്തെ കുറെ പരിഹാസങ്ങളും കളിയാക്കലും ഒക്കെ താൻ ഏറ്റുവാങ്ങിയിട്ടുണ്ടായിരുന്നു തൻ്റെ ജീവിതത്തിൽ എന്നുള്ളൊരു കാര്യം കൂടിയാണ് ഇവിടെ വർഷ ചൂണ്ടിക്കാണിക്കുന്നത്. വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്, കേൾക്കാം. എന്റെ സ്കൂളിൽ ടീച്ചേഴ്സ് നോക്കുമ്പോൾ, എന്റെ ഫ്രണ്ട്സ് നോക്കുമ്പോൾ ഞാൻ ഭയങ്കര ഒരുങ്ങി നടക്കുന്നുണ്ട്. എന്നാൽ കാര്യമായിട്ട് പഠിക്കുക, ഭയങ്കര പഠിത്തമില്ല. എന്നാൽ വലിയ ഡാൻസ് പരിപാടി അതിലും വലിയ കാര്യമായിട്ടൊന്നും ഇല്ല. പക്ഷെ ഇവളിങ്ങനെ നടക്കുന്നുണ്ട്, പുറത്തിന് ടി വിയിൽ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവൾക്ക് എന്തോ പ്രശ്നമുണ്ട്. അതായത് ഞാൻ ഗേൾസ് സ്കൂളിലാണ് പഠിച്ചത്. ഞങ്ങളുടെ സ്കൂളിന്റെ അപ്പുറത്ത് മറ്റേ മിക്സ്ഡ് സ്കൂളൊക്കെ ഉണ്ട്. അപ്പം അവിടുത്തെ ആൺകുട്ടികളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പോണേ എന്നുള്ളൊരു സാധനമൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഞാൻ പോലും അറിയാണ്ട് എന്നെ പറ്റി ഭയങ്കര കഥകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും അറിയില്ല എന്തൊക്കെ പറഞ്ഞിട്ടുള്ളതെന്നും. അവിടുന്ന് തുടങ്ങിയതാണ് എന്റെ ഈ ഒരു ബുള്ളിയിങ് എന്നുള്ള കഥ. ശരിക്കും പറഞ്ഞാൽ ഇന്നാണ് അത് ബുള്ളിയിങ് ആണെന്നും സ്ലട്ട് ഷേമിംഗ് ആണെന്നൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത്. അന്നത് എനിക്ക് അറിയണ്ടായിരുന്നില്ല. ഞാൻ 12th, അതായത് 11th വേറെ സ്കൂളിൽ പോയി. ഗേൾസ് സ്കൂളിൽ പഠിച്ച് അടുത്തിട്ട് വേറെ സ്കൂളിൽ പോകാന്ന് പറഞ്ഞിട്ട് അങ്ങനെ 10th എക്സാം ഒക്കെ കഴിഞ്ഞ് റിസൾട്ട് വന്ന് വേറെ സ്കൂളിൽ പോയി. 11th 12th മിക്സ്ഡ് സ്കൂളാണ് പഠിച്ചത്. അവിടെ ചെന്നപ്പം കഥ ഇങ്ങോട്ട് മാറി. അവിടെ ചെന്നപ്പം അവിടുത്തെ ഒരാളിനെ ഇതേപോലെ പ്രപ്പോസ് ചെയ്തു. എനിക്ക് പറയുന്നുണ്ടൊന്നും തോന്നരുത്, എനിക്ക് ചെറിയ പ്രേമത്തിന്റെ അസുഖം ഉണ്ടായിരുന്നു എനിക്ക്. അങ്ങനെ അപ്പോൾ ഞാൻ ഇഷ്ടമാന്നൊക്കെ തിരിച്ചും പറഞ്ഞു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം എനിക്ക് ശരിയാവില്ല എന്നൊക്കെ വേണ്ടാന്നൊക്കെ പറഞ്ഞു. അപ്പം പലപ്പോഴും അത് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും നമുക്ക് ഒരു റിജക്ഷൻ കിട്ടുമ്പോൾ നമുക്കൊരു ഇതാണ്. ആ ദേഷ്യത്തിന്റെ പുറത്ത് കുറച്ച് കുട്ടികൾ എന്നെ കൂട്ടം ചേർന്ന് ആക്രമിച്ചു. മാനസികമായിട്ട് എന്നെ ഭയങ്കര ഷെയ്മിങ് ആയിരുന്നു. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സിനിമയിലും സീരിയലിലൊക്കെ കാണുന്ന തൊട്ട് ഞാൻ ക്ലാസ്സിലോട്ട് കയറി വരുമ്പം ബോർഡിൽ എൻ്റെ പോലത്തെ ഒരു ചിത്രമൊക്കെ വരച്ചിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ എഴുതി വെക്കുക. എനിക്കറിയാതെ എന്നെ പറ്റിയാന്നുള്ളത്. ചുറ്റും കുട്ടികൾ ഇരിക്കുന്നുണ്ട്, അവർ നോക്കുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്. ഞാൻ ശരിക്കും ഒറ്റയ്ക്കായിരുന്നു. എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു കൂട്ടം ആൾക്കാരുടെ ഇടയിൽ നടുക്ക് ഇങ്ങനെ നിൽക്കുകയാണ്. ഒന്ന് ഫ്രണ്ട്സ് എനിക്ക് അന്ന് എൻ്റെ കൂടെ ഇരുന്നിരുന്ന ഒരു കുട്ടിയുണ്ട്, ശ്രേയ എന്ന് പറഞ്ഞിട്ട്. എനിക്കൊന്നു അവളായിരുന്നു ഒരു ആശ്വാസം. ശരിക്കും പറഞ്ഞാൽ അവളുള്ളതുകൊണ്ടാണ് എങ്ങനെയൊക്കെയോ 11th 12th ഞാൻ എങ്ങനെയോ പോയത്. അവളുണ്ടായിരുന്നു, അവൾക്കും അറിയാം ഇങ്ങനെ പറയുന്നുണ്ട്. അത് ഭയങ്കര ആത്മാർത്ഥ ബന്ധം അങ്ങനെയൊന്നും അല്ല, അവരും എല്ലാവരുടെ കൂട്ടത്തിലൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ഒരു ഇതിലൊക്കെ ആയിരുന്നു. അങ്ങനെ അവരെന്നെ ബുദ്ധിമുട്ടിച്ച് മെന്റലി ഭയങ്കര ടോർച്ചർ ചെയ്ത്. പക്ഷെ ഞാൻ അവരെ കുറ്റം അറിയില്ല. ഓക്കെ, അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ സ്കൂൾ ജീവിതം മൊത്തം ഫ്ലോപ്പായിരുന്നു. പിന്നെ ജീവിതം മൊത്തത്തിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോഴും താൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് 2025 അവസാനം ആ ഒരു വീഡിയോ ഇടുന്ന സമയത്ത് ഒരുപാട് സങ്കടങ്ങൾ പറയുന്നുണ്ട്. അത് ഓടിച്ച് പറഞ്ഞു പോകുന്നുണ്ട്. നമ്മൾ 1 മിനിറ്റിൽ കണ്ട് തീർക്കുന്നു. പക്ഷേ താൻ അനുഭവിക്കുന്ന ആ ഒരു വിഷമം തനിക്കേ അറിയത്തുള്ളൂ. പിന്നെ സ്കൂൾ ജീവിതം എടുത്തു നോക്കിക്കഴിഞ്ഞാലും പ്രത്യേകിച്ച് ഫ്രണ്ട്സ് ഇല്ലെന്ന് മനസ്സിലായി. ട്രോമയിലൂടെയാണ് കടന്നു പോയത്. കളിയാക്കലുകളും പരിഹാസങ്ങളും സ്ലട്ട് ഷെയ്മിങ്ങും പല രീതിയിലുള്ള തോന്നിവാസങ്ങളും എല്ലാം അനുഭവിച്ച് കൂട്ടിയിട്ടാണ് ഈ ഒരു വർഷം ഇന്ന് ഈ നിലയിൽ എത്തിയത്. പക്ഷെ വീണ്ടും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. കുറേ പേർക്കൊരു ചിന്തയുണ്ട് കേട്ടോ, സെലിബ്രിറ്റി സ്റ്റാറ്റസിലേക്കൊക്കെ നിൽക്കുന്നവരുടെ ലൈഫൊക്കെ അടിപൊളിയാണ്. ഒരു തേങ്ങയും ഇല്ല. നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കണ്ട. വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരും നാളെ നിങ്ങളൊരു കോടീശ്വരായി, സെലിബ്രിറ്റി സ്റ്റാറ്റസിലായി, നിങ്ങൾ ഹാപ്പി ആവും. പൂർണ്ണമായിട്ട് നിങ്ങൾ ഹാപ്പി ആവും. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കടങ്ങളും കാര്യങ്ങളും ബാധ്യതകളൊക്കെ ഉണ്ടാവും. അതൊക്കെ പൈസ കൊണ്ട് മൂടാൻ പറ്റും. മറ്റുള്ള മാനസിക കാര്യങ്ങൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതൊക്കെ അവിടെ തന്നെ കാണും. അതൊക്കെ നമ്മൾ അനുഭവിച്ച് തന്നെ തീർക്കണം. അത് എല്ലാവരുടെ ലൈഫിലും അതിൻ്റെതായ രീതിയിൽ കാര്യങ്ങളുണ്ടാകും. നമ്മൾ വിചാരിക്കും അംബാനിക്ക് എന്നാ ലൈഫായിരിക്കും, അംബാനിയുടേതായ പ്രശ്നം ഉണ്ടേ. അല്ല, ഇന്നെങ്ങനെയാണ് വർഷയുടെ പേഴ്സണാലിറ്റിയെ, വർഷയുടെ ലൈഫിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? സെൽഫ് മെയ്ഡ് ആണ്, ഒത്തിരി ഫേസ് ചെയ്തിട്ടുണ്ട്, ഐസൊലേഷൻ ഫേസ് ചെയ്തിട്ടുണ്ട്. സോ ഹൗ ഹാസ് ഇറ്റ് ചേഞ്ച്ഡ് യു ആസ് എ പേഴ്സൺ? ഇന്നും എനിക്കുള്ള ട്രോമാസിൻ്റെ അല്ലെങ്കിൽ എനിക്കുള്ള പല പ്രശ്നങ്ങളുടെയും കോർ റീസൺ ആയിട്ട് ഞാൻ കാണുന്നത് എൻ്റെ ആ ഒരു 8ാം ക്ലാസ് മുതലുള്ള ലൈഫാണ്. എനിക്ക് ആളുകളെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പോഴും എനിക്ക് ബുദ്ധിമുട്ടാണ്. എനിക്ക് തോന്നുന്നു ഞാൻ കോളേജിൽ പോയ സമയത്ത് അത്രയും നാൾ എന്നെ പറ്റിയ ആൾക്കാർ മോശം പറഞ്ഞുകൊണ്ട് ഇവിടെ എനിക്ക് നല്ല പേരുണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഭയങ്കര നല്ല കുട്ടിയായിട്ട് ജീവിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരാളാണ്. ഇന്നെനിക്ക്
എന്താ മാറ്റം ഉണ്ടാക്കിയതിനേക്കാൾ ഉപരിയായിട്ട് എനിക്കത് കുറെ മുറിവ് ഉണ്ടാക്കിയെന്ന് മാത്രമേ എനിക്ക് ഇപ്പോഴും അറിയുള്ളൂ. ഞാൻ ഇപ്പോഴും അതൊന്നും പുറത്തു വന്നിട്ടില്ല. പക്ഷെ എനിക്ക് ആരുടെ പരാതിയില്ല. കാരണം അവരന്ന് കുട്ടികളാണെന്ന് എനിക്കറിയാം. അവരും ഇവരില്ലാണ്ട് ചെയ്തതാണ്. അതിലൊരാൾ എന്നെ വിളിച്ച് സോറി പറഞ്ഞിട്ടുണ്ട്. എന്നെ വിളിച്ച് 4 വർഷം കഴിഞ്ഞിട്ട് ഞാൻ MBA പഠിക്കുമ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അന്ന് അങ്ങനെയൊക്കെ പറ്റിപ്പോയതാണെന്ന്. പക്ഷേ അവർക്ക് പറ്റിയത് നമുക്ക് ഓക്കെ എന്ന് വെക്കാം. പക്ഷേ ഇതിലൊരാളുടെ അമ്മ ഭയങ്കര മലപ്പുറത്ത് അത്യാവശ്യം ഒരു ലീഡിങ് ആയിട്ടുള്ളൊരു ലേഡിയാണ് പുള്ളിക്കാരത്തി. അവർ ക്ലാസ് എടുക്കുകയാണ്. അപ്പം ക്ലാസ്സിന് ഞാനും പോകുന്നുണ്ട്, ഞങ്ങളെ എല്ലാ 11th കുട്ടികളും പോകുന്നുണ്ട്. അത്രയും കുട്ടികളെ മുമ്പിൽ വെച്ച് ഭയങ്കര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, ലോകം കണ്ടിട്ടുള്ള, അത്രയും വിവരമുള്ള ഒരമ്മ എന്നെ അവരെ മുമ്പിൽ വെച്ച് എന്നെ ബുള്ളി ചെയ്തിട്ടുണ്ട്. എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് മിന്നുന്നതെല്ലാം പൊന്നല്ല. അത് ഞാൻ മറ്റേ ഒരുങ്ങി നടക്കുന്ന ആളാണല്ലോ, അപ്പൊ അവരുദ്ദേശിക്കുന്നത് ഞാൻ ഓക്കെ മിന്നി നിൽക്കുന്നുണ്ട്, പക്ഷെ അവരുടെ ഒന്നും സ്വഭാവം നല്ലതല്ല. അപ്പൊ ഞാൻ ക്ലാസ്സില് ഒരമ്മ പറയുന്നതാണ്, നല്ല വിവരമുള്ള ഒരു അമ്മ പറയുന്നതാണ്. അപ്പൊ കുട്ടികൾ ചെയ്തതൊക്കെ നമുക്ക് കണ്ടില്ല എന്ന് വേണമെങ്കിൽ നടിക്കാം. പക്ഷെ അവരങ്ങനെ പറയാൻ പാടുണ്ടായിരുന്നു. അത്രയും കുട്ടികളെ മുമ്പിൽ വെച്ചിട്ട് എല്ലാവരും എന്നെ നോക്കി ചിരിക്കുക. അപ്പൊ ഞാൻ ലിറ്ററലി ഓക്കെ അവിടെയും പോയി ഇവിടെ പരിപാടി ഉദ്ദേശിച്ചാലും ഇതാണ് അവസ്ഥ എന്നുള്ളൊരു ഇതിലോട്ട് ഞാൻ വന്നായിരുന്നു. ആ സമയത്ത് എല്ലാവരും പറയാറുണ്ട് കുട്ടിക്കാലമാണ് അവർക്ക് ഏറ്റവും ബെസ്റ്റ്, അവർക്ക് തിരിച്ചു പോകണം, സ്കൂൾ ഡേയ്സിലോട്ട് പോകണം. ഞാൻ പറയും എനിക്ക് പോകണം, ഇതാണ് എൻ്റെ ബെസ്റ്റ് ലൈഫ്. ആക്ച്വലി ഇപ്പൊ ഞാൻ ജീവിക്കുന്നതാണ് എൻ്റെ ഏറ്റവും ബെസ്റ്റ് ലൈഫ്. എൻ്റെ സ്കൂൾ കാലഘട്ടം എനിക്ക് ട്രോമയാണ്. ഓക്കെ, ഓപ്പണായിട്ട് വർഷ പറയുന്നുണ്ട് തൻ്റെ സ്കൂൾ കാലഘട്ടം തനിക്ക് ട്രോമയാണെന്ന്. ഇവിടെ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, വർഷയുടെ സ്കൂൾ ലൈഫ് എല്ലാം ഫ്ലോപ്പ്, എന്നിട്ട് അവസാനം നല്ലൊരു കരിയർ ബിൽഡപ്പ് ചെയ്ത് ഇപ്പം ഇതാണ് ബെസ്റ്റ് ലൈഫ് എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് വീണ്ടും ഒരു ട്രോമയിലോട്ട് പോകുന്നു, അല്ലെങ്കിൽ വീണ്ടും പ്രശ്നങ്ങളിലോട്ട് പോകുന്നു. നമ്മളതാണ് ആദ്യമേ പറഞ്ഞത്, നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല ആൾക്കാരുടെ ജീവിതങ്ങൾ. എല്ലാവർക്കും അവരുടേതായ പ്രശ്നങ്ങളുണ്ടാകും. നമ്മൾ ഈ റീലിലും അല്ലെങ്കിൽ 10 മിനിറ്റ് വീഡിയോയിലും കാണുന്നതൊന്നുമല്ല ആരും, ഈ ഞാനായാലും ആരായാലും. നമ്മൾ ഈ വീഡിയോ സംസാരിക്കുന്ന മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ലൈഫ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല. നമ്മുടെ നിലപാടുകളും അഭിപ്രായങ്ങളും നമ്മുടെ ഇഷ്ടങ്ങളും ഒക്കെ നമ്മൾ പറയാറുണ്ട്. അല്ലാണ്ട് ഈ ക്യാമറ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കും അറിയില്ല, നിങ്ങൾ എന്താണെന്ന് എനിക്കും അറിയില്ല. ഞാൻ ആരാണെന്ന് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്നോട് ചോദിക്കും താൻ ആരാണെന്ന്. ഇപ്പം ആരോട് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും ഒന്നും അറിഞ്ഞൂടാത്ത അവസ്ഥയാണ്. ഇതൊക്കെ ഒരു കാര്യമുണ്ടേ. എല്ലാ മനുഷ്യൻ്റെ ജീവിതത്തിലും അതിൻ്റേതായ പ്രശ്നങ്ങളും സന്തോഷങ്ങളും ദുഃഖങ്ങളും എല്ലാം ഉണ്ടാവും. നമ്മളതൊക്കെ ഓവർകം ചെയ്യുക. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ എനിക്ക് വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. സെലിബ്രിറ്റികളുടെ ലൈഫ് വാവ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, അവിടെയും പ്രശ്നങ്ങൾ തന്നെയാണ്. എന്തായാലും ഇവരുടെ റിലേഷൻ ബ്രേക്കായി, എന്തിനാണ് വേർപിരിഞ്ഞത് ഒന്നും നമുക്കറിയത്തില്ല. ഇതൊന്നും സോഷ്യൽ മീഡിയയിൽ നിങ്ങളായിട്ട് കൊണ്ടിടാതിരിക്കുക. കൊണ്ടിട്ട് കഴിഞ്ഞാൽ നാട്ടുകാരുടെ അടുത്ത് വെച്ച് അഭിപ്രായം പറയുമ്പോൾ വീണ്ടും ചീഞ്ഞ കേസിലോട്ട് പോകും. അതും കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ബൈ.